പൂർവ്വ അധ്യാപക പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം രാവിലെ ഞാനായിരുന്നു. അവിടെ പഠിച്ച 56 അധ്യാപകർ സ്റ്റേജിൽ. എന്നിട്ട് സ്റ്റേജ് നമ്മൾ പുറത്തു നിർത്തി മുറ്റത്താക്കി. 56 അധ്യാപകർ വേണ്ടി അവർ മുഴുവൻ നേർന്നിരിക്കുന്ന ഫോട്ടോ ഞാൻ ഇപ്പൊ പോസ്റ്റ് ചെയ്യാം. ഇപ്പം കഴിച്ചു വന്നത് കഴിഞ്ഞില്ല. ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ എൻ്റെ ഫേസ്ബുക്ക് വാഴ്ച നോക്കിയാൽ മതി. 56 അധ്യാപകർ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശശിയാട്ടനും ചെമ്പോട്ടി നാരായണനുമാണ്. ഒരു രണ്ടാൾ മാഷന്മാരില്ല. അവരെയാണ് വന്നാൾ കെട്ടിപ്പിടിക്കുന്നത്. ഇതെന്നറിയോ, അവരായിരുന്നു ഉപ്മാവ് വെച്ച് അന്ന് സ്കൂളിൽ പോയ സത്യത്ത് പഠിക്കാനായിരുന്നില്ല, ഉപ്പുമാവ് തിന്നാനായിരുന്നു. അന്നത്തെ ഉപ്മാവിന്റെ ടേസ്റ്റ് ഒരു ഉപ്മാവിന് ഇതുവരെ കിട്ടിയിട്ടില്ല. അന്ന് തിന്ന ഉപ്പുമാവിന്റെ രുചിയുള്ളത് ഉപ്മാവ് തിന്നാൻ കിട്ടാൻ ഏത് നാട്ടിൽ പോയാലും ഞാൻ ഉപ്മാവ് തിന്നു. എന്തിനാണെന്നറിയോ, അന്ന് LP സ്കൂളിൽ തിന്ന ഉപ്പുമാവിന്റെ രുചിയുള്ളൊരു ഉപ്പുമാവ് കിട്ടാൻ ഇതുവരെ കിട്ടിയിട്ടില്ല. അതുപോലുള്ള ഒരു ഉപ്പുമാവ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം എന്താണെന്നറിയുമോ, ആ ഉപ്പുമാവിന്റെ ടേസ്റ്റ് നിശ്ചയിച്ചത് അമേരിക്കയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടുവന്ന ഗോതമ്പോ അന്നത്തെ കെയർ ഓയിലും ആയിരുന്നില്ല. അന്ന് ഉപ്പുമാവിന്റെ ടേസ്റ്റ് നിശ്ചയിച്ചത് എന്റെ വിശപ്പായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഭക്ഷണത്തിന് ടേസ്റ്റ് നിശ്ചയിക്കുന്നത് അതിന്റെ പാചകമോ ഓയിലോ എണ്ണയോ ഒന്നുമല്ല, വിശപ്പാണ്. ആ വിശപ്പ് കൊണ്ടാണ് ഞങ്ങൾ അന്ന് ചെമ്പോട്ടി നാരായണനെയും ശശിയാട്ടനെയും ഇഷ്ടപ്പെട്ടത്. ആ ശരീരത്തിന് ഭക്ഷണവും മനസ്സിന് ബുദ്ധിയും കൊടുക്കുന്ന ഇടമായ നമ്മുടെ വിദ്യാലയങ്ങൾ അപൂർണമാണ്. ഒരു വിദ്യാലയത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരു കുട്ടിക്ക് മനസ്സ് കൊടുക്കുക എന്നതായിരിക്കണം. നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ആ ഭഗവാൻ നേർച്ചയും നെയ്യും കർപ്പൂരവും ഒക്കെ കൊടുത്താൽ മാത്രം പോരാ. കളഭം തരാം ഭഗവാനൻ മനസ്സും തരാം എന്ന മനോഹരമായ പാട്ടിൽ മനസ്സ് കൊടുക്കുന്നു. ഈ മനസ്സ് കൊടുക്കുന്ന ഇടമാണ് വിദ്യാലയം.